പഠിപ്പിച്ചത്. അതുപോലെ സൂറത്ത് സബഇന്റെ 15 മുതൽ 18 വരെയുള്ള ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ വലിയൊരു സംഭവം പറയുന്നുണ്ട്. പുരാതന യമനിനാണ് സബ എന്ന് പറയുന്നത്. ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് അല്ലാഹു തആല അഭിവൃദ്ധികൾ കനിഞ്ഞേകി. ആ കാലഘട്ടത്തിൽ ഉള്ള എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. നല്ല സമ്പൂർണമായൊരു ജീവിതമായിരുന്നു അവർക്കുള്ളത്. മആരീബ് എന്ന് പറയുന്ന ഒരു അണക്കെട്ട്, ആ അണക്കെട്ടിൽ നിന്ന് കനാല് വഴിക്ക് അവർക്ക് വെള്ളം ലഭിച്ചിരുന്നു. അതിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് മനോഹരമായ 2 തോട്ടങ്ങൾ ആ പ്രദേശത്തുകാർക്കുണ്ടായിരുന്നു. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്: ജന്നതാനി അൻ യമീനി വ ശിമാലി. 2 തോട്ടങ്ങൾ അവർക്കുണ്ട്. അതിൽ അവർക്ക് നന്നായി കൃഷികളുണ്ട്. അതായിരുന്നു അവരുടെ വരുമാന മാർഗം. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും. അതിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടിക്കൊള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് ആ നാട്ടുകാരുടെ സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിത രീതിയെ പറ്റിയും അല്ലാഹു തആല പറയുന്നത് വബൽദത്തിൻ ത്വയ്യിബ, എന്തൊരു മനോഹരമായ നാടാണത്. പക്ഷേ ആ നാട്ടുകാരോട് അല്ലാഹു തആല പറഞ്ഞു വഷ്കുറൂ ലഹു, നിങ്ങൾ അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കാതെ അനുഗ്രഹദാതാവായ പടച്ചവനെ മറന്ന് ജീവിച്ചപ്പോൾ അല്ലാഹു തആല അവരിലേക്കൊരു ജലപ്രവാഹം ഉണ്ടാക്കി. മആരീബ് അണക്കെട്ട് തകർന്നു. വെള്ളത്തിന്റെ ജലപ്രവാഹം അവരുടെ തോട്ടത്തിലേക്ക് വന്നു. ആ തോട്ടം മുഴുവൻ നശിച്ചു പോയി എന്നതാണ് സബഅ ഗോത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട്, പുരാതന യമനിനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് വലിയൊരു പാഠമുണ്ട് നമുക്ക്. സാമ്പത്തിക രംഗത്ത് നമ്മുടെ പൊങ്ങച്ചത്തിൻ്റെയും നമ്മുടെ അഹങ്കാരത്തിൻ്റെയും ദൂരത്തിൻ്റെയും ദുർവ്യായത്തിൻ്റെയും ഫലമാണോ എന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും പതിക്കുന്നത് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ്. അത്രയും പൊങ്ങച്ചവും ദൂർത്തും ദുർവ്യായത്തിൻ്റെയും ഉടമകളായിരുന്നു മുസ്ലിം സമൂഹം, മലയാളികളായ ജനങ്ങൾ. മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, മലയാളികളായ ജനങ്ങൾ. അപ്പൊ അതിൻ്റെ പുരാതന യമനിലുള്ള ജനങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത ഒരു ശിക്ഷയെ പോലെയാണോ ഈ ഒരു ശിക്ഷയെന്ന്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവം എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. അവിടെ അല്ലാഹു തആലയുടെ വാക്കുണ്ട് ലഇൻ ശകർതും ലഅസീദന്നകും. നമ്മളെല്ലാം ആവർത്തിച്ച് വായിക്കേണ്ട ഒരു വാക്കാണത്. അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ എൻ്റെ ശിക്ഷ അതിഭയങ്കരമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് നമ്മൾ ആവർത്തിച്ച് വായിക്കണം. ആരൊക്കെ വായിക്കണം? നമ്മുടെ കുട്ടികൾ ഇത് ആവർത്തിച്ച് വായിക്കണം. കാരണം അത്രക്കും അഹങ്കാരത്തിൻ്റെ പറുദീസയിലായിരുന്നു നമ്മുടെ കുട്ടികളുള്ളത്. യുവാക്കൾ വായിക്കണം. എല്ലാം മറന്നു പോയിട്ടുണ്ട് നമ്മളോട്. സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വായിക്കണം. അവരോടെല്ലാം മറന്നു പോയിട്ടുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വർ-റൂം അയ്യു ഖൗമിൻ അൻതും. നിങ്ങൾക്ക് റോമും പേർഷ്യയും നിങ്ങളെ അധീനതയിൽ വന്നാൽ നിങ്ങൾ എങ്ങനെയുള്ള ജനതയായിരിക്കുമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോടാണ് ചോദിക്കുന്നത് എന്നാണ്. പൊടുതുണിക്ക് മറുതുണിയില്ലാത്ത സ്വഹാബികളെ മുന്നിൽ നിന്ന്
ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ട് വയറൊട്ടിയ വിശന്ന് വരയുന്ന സ്വഹാബികളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് റോമും പേർഷ്യയും നിങ്ങൾ അധീനതയിൽ വന്നാൽ, നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയുള്ളവരായാൽ, നിങ്ങൾക്ക് ഇന്നുള്ളത് പോലെയല്ല, നിങ്ങൾ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളവരായാൽ നിങ്ങൾ എങ്ങനെയുള്ള ജനതയായിരിക്കുമെന്ന് സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തകൂനു കമാ അമർ അല്ലാഹ്, ഞങ്ങളോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ തന്നെയായിരിക്കും നബി അന്ന് ഞങ്ങൾ. അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തുകയാണ്. അങ്ങനെയല്ല, അബ്ദുറഹ്മാൻ പറഞ്ഞത് തിരുത്തുണ്ട്, ഇങ്ങനെയല്ല. നിങ്ങള് മത്സരം കാണിക്കുന്നവരായിരിക്കും, സാമ്പത്തിക രംഗത്ത് വലിയ മത്സരങ്ങൾ നിങ്ങൾ കാണിക്കും. നിങ്ങളെ വീട് അടുത്തുള്ളവന്റെ വീടിനേക്കാൾ വലിയ വീട് എനിക്കുണ്ടാക്കണമെന്നുള്ള വാശി നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും. അവനേക്കാൾ വലിയ ലേറ്റസ്റ്റ് വാഹനങ്ങൾ എനിക്കുണ്ടാകണമെന്നുള്ള മത്സരം നിങ്ങൾ ഓരോ വിഷയത്തിലും. ഒന്ന് റസൂൽ പറഞ്ഞത് അങ്ങനെയാ. മറ്റൊന്ന് പിന്നെ നിങ്ങൾ പരസ്പരം അസൂയ വെക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ബിസിനസ് അവരുടെ ബിസിനസ് പൊട്ടിച്ചിട്ട് വേണം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ. അവരുടെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും പൊട്ടിച്ചിട്ട് വേണം നിങ്ങൾക്ക് അതുപോലെ അങ്ങോട്ട് തുടങ്ങാൻ. അങ്ങനെ മറ്റുള്ളവൻ്റെതിലേക്ക് നോക്കിയിട്ട് ഹസദ് വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചാൽ നിങ്ങൾക്കുണ്ടാകും. പിന്നെ നിങ്ങൾ ജനങ്ങൾക്ക് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കും. മറ്റൊരുത്തന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് വാരി അവനെ വഞ്ചിക്കാനും അവനെ ഇല്ലായ്മ ചെയ്യാനും ഉള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിദ്വേഷങ്ങളും പകയുമുള്ളവരായി മാറും. എന്നിട്ട് ദുർബലന്റെ വീടുകളിലേക്ക്, അവന്റെ പറമ്പുകളിലേക്ക്, അവന്റെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ കയ്യേറുമത്. നിങ്ങൾ പരസ്പരം വാളെടുത്ത് വെട്ടുന്ന ഒരു രീതി വരെ നിങ്ങൾക്കുണ്ടാകും. എന്താ കാരണം? നിങ്ങൾ ഇന്നത്തെ പോലെ ദാരിദ്ര്യമുള്ളവരല്ല, അന്ന് നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയുള്ളവരായിരിക്കും. നിങ്ങൾക്ക് പലതിലേക്കും മറ്റവന്റെ കണ്ണുകൾ പലതിലേക്കുമാണ് നിങ്ങളെ കണ്ണുകളുള്ളത്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇഹ്സാൻ കടന്നു വരുന്നത്.